Warahmatullahi wabarakatuh. Welcome back to our channel Saidiyam Islamic Voice. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും അത് ദുനിയാവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇബാറത്ത് എന്ന് തഫ്സീർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ മക്കൾ അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം നമുക്കുള്ള ഒരു പരീക്ഷണ വസ്തു കൂടെയാണ്. അല്ലാഹു തആല തന്ന ആ നിഅമത്തിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പരീക്ഷണം കൂടെ ഇതിലുണ്ട്. ആധുനിക വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം, പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ ഉമ്മമാർ, നമ്മുടെ മക്കളെ കുറിച്ച് വേവലാതിയും അതുപോലെ മക്കളുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുന്നവരുമാണ്. നമുക്കറിയാലോ, ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാ ദിവസവും എന്ന് വേണം തന്നെ പറയാൻ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. പെൺകുട്ടികൾ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ഒരു ആൺകുട്ടി മറ്റൊരു പെണ്ണിനോട് കൂടെ ഒളിച്ചോടി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഒരു പെൺകുട്ടി, കൂടുതലും പെൺകുട്ടികളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പെൺകുട്ടി മറ്റൊരാളെ തേടിപ്പോകുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് അതിനുള്ള ഒരു മറുപടി? സ്നേഹം, ലവ്, അത് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സ്നേഹവും കെയറിങ്ങും, സ്നേഹവും കരുതലും മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ സ്നേഹം മക്കൾക്ക് കൊടുക്കാതിരുന്നാൽ, അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ പരിചയവും കെയറിങ്ങും അത് മക്കൾക്ക് ലഭിക്കാതിരുന്നാൽ, എവിടെയാണോ അത് ലഭിക്കുന്നത് അവിടേക്ക് മക്കൾ പോകും. സ്വാഭാവികമാണ് അല്ലേ? നമുക്ക് കിട്ടേണ്ട സ്നേഹവും പരിചരണവും കരുതലും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ചായ്വ് മനുഷ്യനിക്കുള്ളതാണ്. അത് സ്വാഭാവികമാണ്, ആരെയും കുറ്റം പറയാൻ കഴിയുകയില്ല. അപ്പോ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള സ്നേഹവും കരുതലും നമ്മൾ കൊടുക്കണം. ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ നന്നായി കെയർ ചെയ്യും, നന്നായി പരിചരിക്കും, എല്ലാവരും അങ്ങനെ ചെയ്യും. പക്ഷേ ഈ കുട്ടി വളർന്നു വന്ന് വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു LP വിഭാഗത്തിലുള്ള കെയറിങ്ങും സ്നേഹവും ഒരു പക്ഷേ UPയിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടിയുടെ താഴെ മറ്റൊരു കുട്ടി വരുമ്പോൾ, ഒരു അനിയനോ അനിയത്തിയോ പിറക്കുമ്പോൾ ഈ വലിയ കുട്ടിക്ക് കിട്ടിയിരുന്ന സ്നേഹത്തിൽ നിന്ന് കുറവ് ആ കുട്ടിക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ മാറി ചിന്തിക്കും. മാത്രമല്ല, ആദ്യം കിട്ടിയിരുന്ന സ്നേഹവും കെയറിങ്ങും മക്കൾക്ക് കുറഞ്ഞു വന്ന് അത് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ, +2 ലെവലെത്തുമ്പോൾ തീരെ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണോ സ്നേഹവും കെയറിങ് കിട്ടുന്നത് അതിലേക്ക് അവർ പോകും. തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം, നമുക്കറിയാലോ, 24 മണിക്കൂറിൽ 15 മണിക്കൂറിന് അപ്പുറമാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഫോൺ ഉപയോഗിക്കുന്നത് എന്നാണ് അമേരിക്കയിലുള്ള ഒരു പഠനം പറയുന്നത്. ഈ ഫോൺ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ കുട്ടികളും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ആണെന്നാണ് വിലയിരുത്തുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്ന ബന്ധങ്ങൾ അത് പിന്നീട് ലവ് സ്റ്റോറിയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും എത്തുന്നതോടൊപ്പം ആ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ബോയ് ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൽ നിന്ന് തനിക്ക് മാതാപിതാക്കളിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹവും കെയറിങ്ങും കിട്ടുമ്പോൾ
അവരെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ വരുന്നു. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ മക്കളെ ശരിയായ രൂപത്തിൽ സ്നേഹവും കെയറിങ്ങും പരിചരവും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന്, അഥവാ അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, സ്നേഹമാവട്ടെ, കെയറിങ് ആവട്ടെ, മറ്റുള്ള കാര്യങ്ങളാവട്ടെ, അതെല്ലാം പൂർണ്ണമായിട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർ മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോവുകയില്ല. നമുക്കറിയാലോ, ഒരു പഠനപ്രകാരം ഒരു ആൺകുട്ടിക്ക് ഉമ്മയോടായിരിക്കും കൂടുതൽ സ്നേഹവും ബന്ധവും ഉണ്ടാവുക. ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഉപ്പയോടായിരിക്കും സ്നേഹവും ബന്ധവും കൂടുതലുണ്ടാവുക. അതൊരു സയൻസാണ്, ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. അപ്പം നമ്മുടെ മക്കളെ ഒന്ന് ചെറുത്തു പിടിക്കാൻ, നമ്മുടെ മക്കളെ ഒന്ന് കെയർ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥി കാലഘട്ടത്തിലെ അവർ ചെറിയ മക്കളാകുമ്പോൾ വളരെ നിഷ്കളങ്കരായ മക്കളാണ്. അവരുടെ ഹൃദയത്തിൽ ഒരു കഥയുമില്ല. ആ സമയത്ത് അവർക്ക് പരീക്ഷയിൽ നല്ലൊരു മാർക്ക് കിട്ടിയാൽ ആ മാർക്ക് കിട്ടിയ കുട്ടി സന്തോഷത്തോടെ വന്ന് ഉമ്മയോടോ ഉപ്പയോടോ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ കുട്ടിയുടെ മനസ്സിലൊരു വിഷമം വരും. നേരെ മറിച്ച് എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ, ഒരു സമ്മാനം, ഒരു മുട്ടായി ഒക്കെ വാങ്ങിക്കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിജയിക്കും, ഉന്നതതലത്തിലേക്ക് എത്തും. എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മറ്റൊരു വശം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് രക്ഷിതാക്കളിൽ നിന്ന് പ്രോത്സാഹനം കിട്ടുന്നില്ല, രക്ഷിതാക്കളിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, രക്ഷിതാവ് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും തന്നെ കേൾക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പരാതിയാണ്. പ്രിയപ്പെട്ട കുട്ടികൾ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങി നമ്മളോട് വന്ന് കാണിക്കുമ്പോൾ ആ പേപ്പർ നോക്കിയിട്ട് ഒരു കൺഗ്രാജുലേഷൻസ് പറയാൻ, ആ പേപ്പർ നോക്കിയിട്ട് ഒരു ഗുഡ് ലൈക്ക് കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അവരെ കേൾക്കണം, പ്രത്യേകിച്ച് ചെറിയ മക്കളെ. കാരണം അവർക്ക് എല്ലാം കൗതുകമാണ്. അവരെ കേൾക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കാലത്തുള്ള രക്ഷിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ കെയർ ചെയ്യുമ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോഴും ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ അവരോട് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവര് നമ്മൾ വിളിക്കുമ്പോൾ നല്ല പേരുകൾ ഉപയോഗിച്ച് വിളിക്കണം. അവരെ അവർക്ക് പേരിടുമ്പോൾ, അഥവാ ഒരു കുട്ടി ജനിച്ച് പേരിടുമ്പോൾ നല്ല പേര് സെലക്ട് ചെയ്ത് അവരെ വിളിക്കണം, അവർക്ക് പേരിടണം. പേരിനൊക്കെ ഒരുപാട് പ്രസക്തിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിനെ കുറിച്ച് പറയാം. ഏതായിരുന്നാലും ആ മക്കളെ നല്ല പേര് കൊണ്ട് നമ്മൾ വിളിക്കണം. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത, കുട്ടികൾക്ക് മുഴുവൻ നമ്മൾ നെഗറ്റീവാണ് കൊടുക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം, ഒരു കുട്ടി പഠിക്കാതെ ഇങ്ങനെ മൊബൈൽ ഫോൺ വയ്ക്കുകയാണെങ്കിൽ, ഇജ് പഠിച്ചണ്ടോ, ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്നോ, എന്താ പറഞ്ഞത്, പഠിക്കണ്ടോ എന്നാ പറഞ്ഞത്. നമ്മൾ പഠിക്കണ്ടെന്നാ കുട്ടിയോട് പറഞ്ഞത്. ആ കുട്ടിക്ക് അതാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാലോ. ഏതായിരുന്നാലും അങ്ങനത്തെ നെഗറ്റീവ് വർത്തമാനം പറയാതെ അവരെ കെയർ ചെയ്ത് അവരെ സ്നേഹിച്ച് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ നമ്മളെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമുക്ക് വലിയ അനുഗ്രഹമായിരിക്കും. ഭാവിയിൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരായിരിക്കും. വൃദ്ധസദനങ്ങൾ നമുക്ക് കുറക്കാൻ കഴിയും. ഒരു കാര്യം പാടെ പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ധാർമ്മികപരമായ ബോധം മക്കൾക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസവും കൂടെ കൊടുത്ത്, എല്ലാ വിദ്യാഭ്യാസവും കൊടുത്ത് നാളെ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഖബറിൻ്റെ ചാര വന്നിട്ട് അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പറയാനുള്ള ഒരു മക്കൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ മക്കളെയൊക്കെ നാഥൻ നന്നാക്കി തരട്ടെ. നാഥൻ നമ്മുടെ മക്കളെയൊക്കെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.